ഈശ്വരപ്രസാദ്, ഈ വിഷയം എനിക്ക് തോന്നുന്നു ABVP മാത്രമാണ് ഇതിപ്പോൾ ഈ വിഷയം ഉയർത്തിപ്പിടിക്കുന്നത്. കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ, അതോടൊപ്പം തന്നെ CPM-ന്റെ സംഘടനാ സംവിധാനം, ഇവിടുത്തെ പോലീസ് സംവിധാനം, സർക്കാർ, ഇവരെല്ലാം ഇപ്പോഴിതാ ഈ പോക്സോ കേസിലെ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ താങ്കളും വിദ്യാർത്ഥി പരിഷത്തും ഈ വിഷയം ഉയർത്തിപ്പിടിക്കുന്നതായി മനസ്സിലാക്കാൻ കഴിയുന്നു. പറയൂ ഈശ്വരപ്രസാദ്. തീർച്ചയായിട്ടും നമുക്കറിയാം, ഈ പ്രതി ഇന്നത്തെ ABSFയുടെ സംസ്ഥാന സെക്രട്ടറിയോടൊപ്പം തന്നെ കണ്ണൂർ ജില്ലയിൽ ജോയിന്റ് സെക്രട്ടറി ആയിരുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ അന്ന് ആ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നത് മുൻ സംസ്ഥാന പ്രസിഡന്റായിട്ടുള്ള അനുശ്രീയാണ്. അതിനുശേഷം ഇയാൾ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ ഇന്ന് SFയുടെ പ്രവർത്തനത്തിൽ മുന്നോട്ട് പോകുന്ന വ്യക്തിയുമാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാൻ ആയിരുന്നു. അങ്ങനെയുള്ള ഒരാള് പ്രതിയാകുന്ന സമയത്ത് CPM ഉൾപ്പെടെയുള്ളവർ അതിനെ സംരക്ഷിക്കുകയാണ്. ആ കേസിനെ ഒതുക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം നമുക്കറിയാം, ഈ ഇതിന് പോക്സോ കേസിൽ ഇരയായ കുട്ടി അവര് SFC പ്രവർത്തകയാണ്. അതുകൊണ്ട് തന്നെ CPM ഇത് ഒതുക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നു. പോലീസ് ഒരു തരത്തിലുള്ള നടപടി എടുക്കുന്നില്ല. ഇതുവരെ അറസ്റ്റ് ചെയ്തില്ലേ. പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു, നടപടികൾ എടുക്കുന്നു എന്ന് പറയുന്ന സമയത്ത് 2 ആഴ്ച ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടില്ല. അത് മാത്രമല്ല, മുൻകൂർ ജാമ്യത്തിനുണ്ട് ഹാജരായിട്ടുള്ളത് ഷാനവാസ് എന്ന് പറയുന്ന വക്കീലാണ്. സ്ഥിരം പാർട്ടി കേസുകൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ വേണ്ടിയിട്ട് തലശ്ശേരി കോടതിയിൽ കയറുന്ന വക്കീലാണ്. ഇയാൾക്ക് വേണ്ടിയിട്ട്, ഈ സാരം കോട്ടായിക്ക് വേണ്ടിയിട്ട് മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള അപേക്ഷയുമായിട്ട് പോയിട്ടുള്ളത്. കൃത്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും, CPM-ഉം SFI-യും DYFI ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പ്രതിയെ സംരക്ഷിക്കുക എന്ന പ്രവർത്തനമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജാഗ്രതാ സദസ്സ് നടത്തുമെന്ന് പറയുന്ന DYFI-യും അവർ ആദ്യം അവരുടെ SFI-ക്കാർക്ക് ജാഗ്രത കൊടുക്കേണ്ട സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ CPM ഇതിനെ കാണുകയാണ്, അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സാരം കോട്ടായെ കൂട്ടുപിടിച്ചു സംരക്ഷിച്ചുകൊണ്ട് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് പോക്കാണ് CPM കണ്ണൂർ ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈശ്വരപ്രസാദ്, നമുക്കറിയാം ഈ CPM-നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അവരുടെ യുവജന സംഘടനകൾ, അവർ ഇത്തരം ആളുകളെ സംരക്ഷിക്കുന്ന ഒരു ശൈലി അവർക്ക് എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. നമുക്കറിയാമല്ലോ, MLA-മാർ വരെ പാർട്ടി വനിതാ നേതാക്കൾ ഉന്നയിക്കുന്ന ലൈംഗിക കേസുകൾ പോലും എങ്ങനെയാണ് കേരളത്തിൽ CPM ഒതുക്കി തീർത്തിട്ടുള്ളത്, അല്ലെങ്കിൽ അത്തരത്തിൽ സ്ത്രീകളെ കയറി പിടിക്കുന്ന ആളുകളെയൊക്കെ എങ്ങനെയാണ് CPM സംരക്ഷിച്ചിട്ടുള്ളത് എന്നതൊക്കെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ കേരളത്തിൽ നമുക്ക് മുന്നിലുണ്ട്. പക്ഷേ പോലീസിൻ്റെ നടപടിയാണല്ലോ ഇതിൽ ഏറ്റവും വിമർശിക്കപ്പെടേണ്ടത്. കാരണം 2018-19 കാലയളവിൽ ഉണ്ടായിട്ടുള്ള ഒരു കേസാണ്. പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ഉപദ്രവിച്ചു എന്നതാണ് ഈ കേസിൻ്റെ അടിസ്ഥാനം. എന്നിട്ടും ഈ പോലീസ് അനങ്ങാപ്പാറ സമീപനം സ്വീകരിക്കുന്നു എന്നതല്ലേ ഏറ്റവും വിമർശിക്കപ്പെടേണ്ടത്? തീർച്ചയായിട്ടും പോലീസ് ഒരു തരത്തിലും നടപടിയും എടുക്കുന്നില്ല. ചോദിക്കുമ്പോൾ നടപടിയുമായി മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ 2 ആഴ്ചയായിട്ടും ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലീസാണോ കേരളത്തിലുള്ളത്? കേരള പോലീസിനെ കുറിച്ച് അങ്ങനെയാണോ നമ്മൾ കരുതിയിട്ടുള്ളത്? പക്ഷേ ഇത് എന്താണ്, കൃത്യമായിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് പോലീസ് അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. അറസ്റ്റ് ചെയ്യാനോ ഒരു തരത്തിലുള്ള നടപടി സ്വീകരിക്കാനോ അവർ തയ്യാറായിട്ടില്ല. കൃത്യമായിട്ട് പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് CPM-ന് വേണ്ടിയിട്ടുള്ള വിടുപണി ചെയ്യുന്ന ഒരു തരത്തിലുള്ള പ്രവർത്തനമാണ് പോലീസ് കണ്ണൂർ ജില്ലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്.